പൊന്നുപോലെ എൻ്റെ ജീവിതത്തെ കാത്ത ഈശോപ്പയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും വിശുദ്ധ യോസേപ്പ് പിതാവിനും 1000 നന്ദി പറയണു. എൻ്റെ പേര് റോബി. ഞാൻ കൊരട്ടി കോനൂർ ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ ഇവൻ്റെ പേര് ഷോൺ. ഇവന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ സാക്ഷ്യം പറയണത്. ഞാൻ 2018 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതാണ്. ഇപ്പോൾ ഇവൻ്റെ കാര്യം പറയുന്നത്, ഇവൻ ഡിഗ്രി കഴിഞ്ഞു. അപ്പോൾ പുറത്തേക്ക് വിടണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഏത് രാജ്യം എടുക്കണം എന്നൊന്നും നമുക്ക് അറിയണില്ല. അപ്പോൾ ഞാനിവിടെ എല്ലാ മാസവും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. സാധിക്കുന്ന മാസങ്ങളിൽ, ചില മാസങ്ങളിൽ മുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് കൃപാസനം പത്രം കൊണ്ടുപോകും. ഓരോ വീടുകളും കയറി അങ്ങനെ കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും പറയില്ല, ആദ്യം ചോദിക്കേണ്ടത് ഈശോയുടെ അടുത്താണ്. അപ്പോൾ ഞാൻ അവിടെ അടുത്ത് പള്ളിയിൽ ഇരുന്ന് ഈശോയുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ഈശോയെ ഞാൻ ഏത് രാജ്യം എടുക്കണം, ഏത് ഏജൻസിയുടെ അടുത്ത് പോകണം. ഞാൻ ശരിക്കും ഈശോൻ്റെ അടുത്ത് പലപ്പോഴും ഇങ്ങനെ ഇരുന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവൻ BSc ജിയോളജിയാണ് പഠിച്ചിരുന്നത്. അത് ഇവൻ്റെ തന്നെ ഒരു സാറ് മുഖാന്തരം ഏത് രാജ്യം എടുക്കണമെന്ന് കാണിച്ചു തന്നു. ഏത് ഏജൻസി വേണമെന്നുള്ളതിന് ഈശോ ഇങ്ങോട്ട് കാണിച്ചു തരാം. ഞാൻ ഒരു ഏജൻസികളുടെ അടുത്തും മാറി പോയിട്ടില്ല. അത് ഞങ്ങളുടെ അടുത്തൊരു ചേച്ചി മുഖാന്തരം അതിനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു തന്നു. കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ഏജൻസിയാണ് ഞങ്ങൾക്ക് ദൈവം കാണിച്ചു തന്നത്. അതുപോലെ ഈശോയുടെ അടുത്ത് ഞാൻ ചോദിച്ചു, ഏത് യൂണിവേഴ്സിറ്റി വേണം, ഏത് കോഴ്സ് എടുക്കണം, ഏത് സ്ഥലം വേണം, ഇതൊക്കെ ഈശോൻ്റെ അടുത്താണ് ഞാൻ ആദ്യം ചോദിച്ചിട്ടുള്ളത്. വേറെ ഒരു വ്യക്തികളുടെ അടുത്തും സത്യത്തിൽ ഞാൻ അഭിപ്രായം ചോദിച്ചിട്ടില്ല. കൃത്യമായിട്ടുള്ള മറുപടി ഈശോ കാണിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ ഇവിടെ വന്ന് ഞാനൊരു ദിവസം പ്രാർത്ഥിക്കുമ്പോൾ ഒരു അമ്മ ഇവിടെ നിന്ന് പറയുന്നുണ്ട്, മോൾക്ക് വേണ്ടിയിട്ട് പറയണു. അപ്പോൾ ഒരു വചനം പറഞ്ഞു, സങ്കീർത്തനം 61:2, ദൈവമേ ഹൃദയം തകർന്ന് ഞാൻ ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് അവിടുത്തെ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് അപ്രാപ്യമായ പാറയിൽ എന്നെ കയറ്റി നിർത്തണമേ. അപ്പോൾ എൻ്റെ മനസ്സിൽ ആ വചനം ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. കാരണം എന്ന് വെച്ചാൽ എന്നെ അപേക്ഷിച്ച് അപ്രാപ്യമാണ്. നമുക്ക് പല അറിവുകളും ഇല്ലല്ലോ, ഈശോയ്ക്ക് അറിയുള്ളൂ എന്താണ് വേണ്ടതെന്നുള്ളത്. അതുപോലെ ഞങ്ങൾക്ക് ലോൺ തരാമെന്ന് പറഞ്ഞ ഒരു ബാങ്ക് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ എന്നിട്ട് കോഴ്സൊക്കെ വെച്ചു, സ്ഥലമൊക്കെ വെച്ചു. ഓസ്ട്രേലിയയിലേക്കാണ് അവൻ നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഒരു അറിവിൽ വെച്ചിട്ടുള്ള സ്ഥലം വെച്ചു. പക്ഷേ ഈശോ ആ ബാങ്കിൽ ലോൺ സാങ്ഷൻ ആക്കാതെ മാറ്റി. എന്നുവെച്ചാൽ അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ വരണം എന്നാണ് പറയേണ്ടായിരുന്നത്. അപ്പോൾ ഏജൻസിക്കാർ പറഞ്ഞു, അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ ഉള്ള വേറെ ഇത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നോക്കിയപ്പോൾ ഇവന് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ലൊരു കോഴ്സാണ് ഈശോ ഇപ്പം ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. അതിന് ദൈവത്തിന് ഞാൻ 1000 നന്ദി പറഞ്ഞു. മാനുഷികമായി ചിന്തിച്ചാൽ ഞങ്ങളുടെ അറിവിലൊന്നും അങ്ങനെ ഒരു കോഴ്സ് ഞങ്ങൾക്ക് കിട്ടില്ല. അതുപോലെ 5 മാസത്തെ സാലറി സർട്ടിഫിക്കറ്റ് ഇവിടെ മെയ് 7-ാം തീയതിയാണ് ഞങ്ങളിവിടെ വന്നത്. ഇവനെയും കൊണ്ടുവന്ന് ഇവിടെ നിന്ന് തുടങ്ങാമെന്ന് തന്നെ കരുതിയേ. അവിടെ അച്ഛനെ കണ്ടു. അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ആഗ്രഹമുണ്ട് ഓസ്ട്രേലിയയിലേക്ക് പോകണം എന്നുള്ളത്. ഈശോൻ്റെ ഇഷ്ടമാണെങ്കിൽ നടക്കട്ടെ, അച്ഛൻ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛനും പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് മെയ് 7-ാം തീയതി ഞങ്ങൾ അങ്ങനെ കാര്യങ്ങൾ പ്രൊസീജിയർ തുടങ്ങി ഇവിടുന്ന് പോയതിന് ശേഷം. അപ്പോൾ 5 മാസത്തെ ഞങ്ങൾക്ക് സാലറി സർട്ടിഫിക്കറ്റ് ശരിക്കും ഓസ്ട്രേലിയയ്ക്ക് 6 മാസത്തെ കാണിക്കണം എന്നാണ്. അപ്പോൾ ഈശോൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈശോ ഒരു 5 മാസം വെച്ച് അവർക്ക് തരാൻ തോന്നുകയാണെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. അതുപോലെ തന്നെ ഏജൻസിയിൽ നിന്ന് വിളിച്ച് പറയണ, ഈ 5 മാസത്തെ സാലറി വെച്ചിട്ട് നമുക്കിത് പ്രൊസീജിയർ ചെയ്യാമെന്ന് പറഞ്ഞു. കഴിഞ്ഞ വർഷം ഒക്ടോബർ 28-നായിരുന്നു അഖണ്ഡ ജപമാല റാലി. അന്ന് ഇവൻ്റെ ഡിഗ്രി കംപ്ലീറ്റ് ആയിട്ടില്ല. അന്ന് ഈശോൻ്റെ അടുത്ത് ഞാൻ അതുപോലെ പറയുമായിരുന്നു, ഈശോയെ അടുത്ത വർഷം ഈ സമയമാകുമ്പോഴേക്കും എന്തെങ്കിലും ഒരു തീരുമാനം ഇതിലാവക്കണം, അല്ലെങ്കിൽ ഗ്യാപ്പ് വരുമല്ലോ. ഈ പ്രാവശ്യം ജപമാല റാലിക്ക് പങ്കെടുത്തപ്പോഴും അങ്ങനെ ഇത് നടന്നുകൊണ്ടിരിക്കുന്ന കാരണം പ്രാർത്ഥന ഉണ്ടായിരുന്നു. ഒക്ടോബർ 28 ഈ വർഷം വിസയ്ക്ക് വെക്കാനായിട്ട് പറ്റി. നവംബർ 7-ാം തീയതി ഇവന് വിസ വന്നു. ആ വിസ വന്നു എന്ന് പറയുന്നത് ഈ ഒക്ടോബർ 28 കഴിഞ്ഞിട്ട് ഏജൻസിക്കാർ പറഞ്ഞത് 30-45 ദിവസം നമുക്ക് വേണമെന്നാണ് പറയണേ. അപ്പം ഇങ്ങനെ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു, ഈശോ ഇത് എന്ന് വരും വിസ, എത്ര നാൾ നമ്മൾ കാത്തിരിക്കണം? ഓസ്ട്രേലിയ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് റിജക്ഷൻ വരണ ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മുടെ കാത്തിരിപ്പ് കൂടുമ്പോൾ ടെൻഷനും ഭയങ്കരമായിട്ട് കൂടുമല്ലോ. അപ്പോൾ മാതാവ് ഇങ്ങനെ കാണിച്ചു തരാണ്. കൃപാസന മാതാവ് തോളത്ത് 7, ഇവിടെ ഇങ്ങനെ 7 എന്നുള്ളത് പിടിച്ചിരിക്കുക എന്ന് വെച്ചാൽ ഇങ്ങോട്ട് തന്നാൽ മതി, അങ്ങനെ മാതാവിനെ ഞാൻ കാണാണ്. അപ്പോൾ എനിക്ക് തോന്നി അത് എൻ്റെ തോന്നലായിരിക്കും, നമ്മുടെ ആഗ്രഹം കൊണ്ട് തോന്നണത്. അപ്പോൾ മനസ്സിലിങ്ങനെ പറയാണ്, 21 വയസ്സാണ് ഇവന്. അപ്പോൾ നീ ഉൽപ്പത്തി 21, പുറപ്പാട് 21 അങ്ങനെ വായിക്കാൻ പറഞ്ഞു. അങ്ങനെ വായിക്കുമ്പോഴൊക്കെയും ഉൽപ്പത്തി വായിച്ചു 7 കണ്ടു, പുറപ്പാട് വായിച്ചു അതിൽ 7 കണ്ടു. അപ്പോൾ ഞാൻ ഇത്ര നാളിവിടെ വന്നിട്ട് ഒരിക്കൽ പോലും ഡേറ്റ് ഇട്ടിട്ടൊന്നും പ്രാർത്ഥിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, മാതാവ് ഞാൻ ഇത്ര വർഷമായിട്ട് ഇവിടെ വന്നിട്ട് ഞാൻ ഒരിക്കലും ഡേറ്റ് ഇട്ടിട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല, ചോദിക്കേണ്ടത് അത്യാഗ്രഹം എന്നറിയാം, എന്നാലും ഞാൻ നവംബർ 7 മാതാവ് എനിക്കിത് തരാൻ ഉദ്ദേശിക്കണമെന്ന്
എന്നുവെച്ചാൽ ഈ വചനം കൂടിയും കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സംശയത്തിന് ഇടവരാതെ നവംബർ 7-ാം തീയതി രാവിലെ തന്നെ ഏജൻസിയിൽ നിന്ന് ഇവന് വിസ ഗ്രാൻഡ് എന്ന് പറഞ്ഞിട്ട് മാതാവ് കാണിച്ചു തന്നു. രാവിലെ തന്നെ അങ്ങനെ ഒരു സംഭവം കാണിച്ചു തന്നു. പിന്നെ ഈ ദിവസങ്ങളിലെല്ലാം വർഷങ്ങളിലെല്ലാം എല്ലാ മാസവും ഉടമ്പടി കൃപാസനം പത്രം ഇവിടെ നിന്ന് കൊണ്ടുപോയി ഓരോ വീടുകളും കയറി കൊടുക്കും. ഒരുപാട് പേര് ആ ഒരു ഇതിൽ ഇവിടെ വന്നിട്ടുണ്ട്. ഒരുപാട് പേർക്ക് രോഗസൗഖ്യം ഉണ്ടായിട്ട്, അത് ഞാൻ പറയേണ്ടതല്ലല്ലോ എന്ന് കരുതിയിട്ടാണ്. ഒരുപാട് പേർക്ക് രോഗസൗഖ്യം ഉണ്ടായിട്ട്, പ്രത്യേകിച്ച് അക്രൈസ്തവരായ ഒരുപാട് വ്യക്തികൾക്ക് അവരുടെ ജീവിതത്തിൽ ഇവിടെ വരാനും അതിൻ്റേതായ അനുഗ്രഹം ഉണ്ടാവാനായിട്ട് ഇടവന്നിട്ടുണ്ട്. പിന്നെ ഞാൻ കൂടുതലായിട്ട് പ്രേക്ഷിത പ്രവർത്തനം വസ്ത്രങ്ങളില്ലേ, പഴയതെന്ന് പറയാൻ പറ്റില്ല, പലരുടെ വീട്ടിൽ ഒരുപാട് നല്ല വസ്ത്രങ്ങളുണ്ട്. അപ്പോൾ അവർക്കത് കൊടുക്കാനൊരു സാധ്യത ഇല്ലാതിരിക്കുകയാണ്. അപ്പോൾ ആ വസ്ത്രങ്ങൾ കൊണ്ടുവന്ന് അതിനർഹതപ്പെട്ട വ്യക്തികൾക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. സാമ്പത്തികമായിട്ട് എന്നെക്കൊണ്ട് സാധിക്കേണ്ടത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ ഈ കൃപാസനം പത്രം കൊടുക്കുമ്പോൾ തന്നെ വലിയ കാശുള്ളവരാണെങ്കിൽ അവർ പറയും നീ പോകുമ്പോൾ ആർക്കെങ്കിലും കൊടുക്കണമെങ്കിൽ കൊടുത്തോ. അപ്പം അങ്ങനെയും കൊടുക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഒരു മടിയും കൂടാതെ ഈശോയ്ക്ക് വേണ്ടി ഈ കൃപാസനം പത്രം കൊടുത്ത് ഈശോയ്ക്ക് വേണ്ടി സാക്ഷ്യം വഹിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇത്ര വലിയ അനുഗ്രഹം ഈശോ ഞങ്ങൾക്ക് തന്നിട്ടുള്ളത്. പിന്നെ മുമ്പത്തെ കാര്യം പറയുകയാണെന്ന് വെച്ചാൽ ആദ്യം എനിക്ക് കിട്ടിയത് ഇവൻ നവംബർ 7-ാം തീയതി വിസ വന്നു. ഫെബ്രുവരി 17-ാം തീയതിയാണ് ഇവൻ ഓസ്ട്രേലിയയിലേക്ക് പോകാനായിട്ട് ദൈവം അനുഗ്രഹിച്ചിട്ടുള്ളത്. പിന്നെ എനിക്ക് ആദ്യം കിട്ടിയൊരു അനുഗ്രഹം, ഞാൻ എഴുതിയിട്ട് പോലും ഇല്ലായിരുന്നു അന്ന് ഇതിൽ. ഞാൻ ഭയങ്കര ഛർദ്ദിക്കാരത്തിയായിരുന്നു. ഈ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് ഒട്ടും പറ്റൂല. പക്ഷേ ഇപ്പോൾ ഏത് രാത്രിയോ എപ്പോൾ വേണമെങ്കിലും ഒന്നും കഴിക്കാതെയും അവിടെ നിന്ന് ഇവിടെ വരാനായിട്ട് അല്ലെങ്കിൽ എവിടേക്ക് യാത്ര ചെയ്യാനായിട്ട് എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. അതുപോലെ എൻ്റെ അമ്മയുടെ കാലിൻ്റെ ആണി മാറാനായിട്ട് സാധിച്ചു. കൊറോണ സമയത്ത് മാതാവ് ഭയങ്കരമായിട്ട് പൊതിഞ്ഞു പിടിച്ച ഒരു അനുഭവം ഞങ്ങളുടെ കുടുംബത്തിന് ഉണ്ടായിട്ടുണ്ട്. ഈശോ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി പറയണം. പിന്നെ PT പരീക്ഷയായിരുന്നു. അപ്പോൾ ഇവന് സ്പീക്കിങ് ഭയങ്കര, വീട്ടിലിരുന്ന് തന്നെ ഓൺലൈനിലാണ് പഠിച്ചിരുന്നത്. അപ്പോൾ സ്പീക്കിങ് ഭയങ്കര പാടായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യം മാത്രം എൻ്റെ മനസ്സിൽ, സ്പീക്കിംഗ് എന്നുള്ള ഒരൊറ്റ ചിന്തയിലാണ് ഞാൻ പ്രാർത്ഥിച്ചത്. അപ്പോൾ റൈറ്റിംഗ് ഇവന് എപ്പോഴും പറയും നല്ല മാർക്കാണെന്ന്. അപ്പോൾ അതിനെക്കുറിച്ച് അങ്ങനെ പ്രാർത്ഥിക്കില്ല. അപ്പോൾ സ്പീക്കിങ്ങിൻ്റെ സമയത്ത് ഞാനും ഹസ്ബൻഡാണെങ്കിലും പള്ളിയിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചു. ഇവനും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഉടമ്പടി ലോക്കറ്റ് ഇവൻ്റെ കൊന്തയമ്മ ചുറ്റി കൊടുത്തിരുന്നു. തൈലും ഉപ്പും നാവും ഒഴിച്ചിട്ട് കൊടുത്തിട്ടാണ് പ്രാർത്ഥിക്കാൻ വിട്ടിട്ടുണ്ടായിരുന്നു. ഉപ്പും പോക്കറ്റിലും ഇട്ട് കൊടുത്തിരുന്നു. സ്പീക്കിങ്ങിന് 90-ൽ 87 മാർക്ക് നൽകി ദൈവം അനുഗ്രഹിച്ചു. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞ റൈറ്റിങ്ങിന് സിമ്പിളെന്ന് പറഞ്ഞ റൈറ്റിങ്ങിന് ദൈവം പാസ്സാക്കി നൽകി. എന്ന് വെച്ചാൽ നിങ്ങളുടെ കഴിവ് കൊണ്ടല്ല, എൻ്റെ കൃപ കൊണ്ടാണ് ഈ മുന്നോട്ട് ഈ വണ്ടി നീങ്ങണേ എന്ന് ഈശോ കൃത്യമായിട്ട് കാണിച്ചു തന്നു. അതുപോലെ ആദ്യത്തെ തവണ തന്നെ PT പരീക്ഷ പാസ്സാവാനും ദൈവം അനുഗ്രഹിച്ചു. പിന്നെ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒറ്റ ദിവസം ഞാൻ ദിവ്യബലി മുടങ്ങാതിരിക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. തലേ ദിവസമേ ഞാൻ പറയും ഈശോയെ നാളെ മുടക്കം വരാതിരിക്കാൻ അനുഗ്രഹിക്കണം. കാലത്ത് പോയില്ലെങ്കിൽ എങ്ങനെയെങ്കിലും വൈകുന്നേരമെങ്കിലും ഞാൻ ദിവ്യബലി മുടങ്ങാതിരിക്കാനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും, പ്രത്യേകിച്ച് വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ പേരിൻ്റെ കാരണഭൂതൻ വിശുദ്ധ ഔസേപ്പിതാവാണ്, ഔസേപ്പിതാവിനും പ്രത്യേകമായി നന്ദി പറയുന്നു. സങ്കീർത്തനം 32:8 ഞാൻ നിന്നെ ഉപദേശിക്കാം, നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം, ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം. തങ്ങൾക്ക്, അതായത് തൻ്റെ മകന് ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം, ഏത് രാജ്യത്തേക്ക് പോകണം, ഏത് ഏജൻസിയെ സമീപിക്കണം, ഇവിടെയൊക്കെ തനിക്ക് അതാത് സമയത്ത് തനിക്ക് ഓരോ കാര്യവും ഈശോ കാണിച്ചു തന്നു. അമ്മയുടെ മധ്യസ്ഥതയിലൂടെ താനെടുത്ത ഉടമ്പടി എങ്ങനെയാണ് റൂബി ജിജോയ്ക്ക് അത് കൃപയായിട്ട് ഭവിക്കുന്നത്. തൻ്റെ മകൻ്റെ ഒരു കോഴ്സ്, ആ കോഴ്സും അത് വളരെ റെയറായിട്ടുള്ള ഒരു കോഴ്സ്. എന്ത് കോഴ്സാണ്? BSc ജിയോളജിയാണ് ഇവൻ ഡിഗ്രിക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നത്. കോഴ്സ് തിരഞ്ഞെടുക്കുവാനും തങ്ങളെ സഹായിച്ചു. അപ്പോൾ ഇവിടെ ഈ ഉടമ്പടി എങ്ങനെ നമുക്ക് നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമായിട്ട് മാറുമ്പോൾ, നാം കേട്ട തിരുവചനം പോലെ നമുക്ക് ഏത് വഴിക്ക് പോകണമെന്ന് നമുക്കറിയില്ലാത്ത സാഹചര്യങ്ങളിൽ ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം. ഈ ഒരു വഴിയാണ് ഉടമ്പടിയുടേത്. അതുകൊണ്ടാണ് അമ്മയുടെ സാന്നിധ്യമൊക്കെ അമ്മ കാണിച്ചു കൊടുക്കുന്നു. പിന്നീട് ആ 7-ാം തീയതി എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത, അമ്മ പ്രത്യക്ഷപ്പെട്ടത് ഡിസംബർ 7-നാണ്. അപ്പോൾ
തൻ്റെ മകൻ്റെ ഓരോ കാര്യങ്ങൾ നടന്നു കിട്ടുവാനായിട്ട് 7 എന്നുള്ള ഒരു അക്കമൊക്കെ അമ്മ എങ്ങനെയാണ് ഈ മകൾക്ക് വെളിപ്പെടുത്തി കൊടുത്തത്. ഇന്ന് തൻ്റെ മകൻ എന്ന് പോകുന്നെന്നും ആ പോകുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ആകുന്നതും, അതുപോലെ തനിക്ക് കിട്ടിയ രോഗസൗഖ്യങ്ങളും, പിന്നീട് എങ്ങനെ ഉടമ്പടിയിലൂടെ തനിക്ക് ഒരു മാറ്റം വന്നു, തൻ്റെ ജീവിതത്തിൽ ആത്മീയ ജീവിതത്തിനൊക്കെ എങ്ങനെയാണ് ഒരു ഉണർവുണ്ടായത്, എല്ലാറ്റിനും ഈ കുടുംബം നന്ദി പറയുന്നു. നമുക്കും കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം. ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.